അതെ, അവനവന്റെ ശരീരഘടനയ്ക്ക് അനുസരിച്ചിട്ടുള്ള ജോലി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അബൂസലിയും ഭീമന്റെയും ഒക്കെ പാറപ്പണിക്ക് പോകണമല്ലോ ബിന്ദു. അത് മാത്രം ഞാൻ കൃത്യമായിട്ട് തന്നെയാണ് എന്റെ ജോലി സ്ഥലത്ത് പോകുന്നത്. അതെ, നിങ്ങളുടെ ജോലി സ്ഥലത്തെ കാര്യമൊന്നും എന്നോട് പറയരുത്. ആ ലീലാമണിയായിട്ടുള്ള ചുറ്റിക്കളികളൊക്കെ എനിക്കറിയാം കേട്ടോ. ബിന്ദു, എന്നെ ലീലാമണിയെ അനാവശ്യമായി വ്യാഖ്യാനിക്കരുത്. ഞാൻ വ്യാഖ്യാനിക്കും, ഇല്ലെങ്കിൽ അവൾ ഓക്കാനിക്കുന്നത് എനിക്ക് കാണാൻ കഴിയും. നിങ്ങൾ ഇന്ന് വരെ സ്നേഹമായിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടോ? മൂടുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടോ? എന്റെ ബിന്ദുവിന് മൂടുള്ള ഒരു വാക്ക് കേൾക്കണമല്ലേ? പറയേട്ടാ. ഒലക്കയുടെ മൂട്. അല്ലേലും നിങ്ങൾ റൊമാൻറ്റിക് അല്ല. ഞാൻ റൊമാൻറ്റിക് അല്ല. നിനക്ക് കാണണം റൊമാൻറ്റിക്. ഇതാണോ നിങ്ങളുടെ റൊമാൻറ്റിക്? ഇല്ല ബിന്ദു, ഒരൈറ്റം കൂടെ ബാക്കിയുണ്ട്. വാ, ഒരു ഫ്രഞ്ച് കിസും കൂടി ഉണ്ട്. നിങ്ങൾ ഇന്ന് വരെ എന്റെ അച്ഛൻ പൗരുഷത്തിന്റെ പ്രതീകമാണ്. ആ പൗരുഷത്തിന്റെ പ്രതീകം കഴിഞ്ഞ ആഴ്ച ഇവിടെ വന്നിരുന്നു. ഒരു പാത്രം ചോറ് കൊടുത്തപ്പോ പറയാണ് ചോറിന് മീമി കിട്ടിയില്ല. അങ്ങനെ എന്റെ അച്ഛനെ കളിയാക്കരുത്. എന്റെ അച്ഛന് ചോര കണ്ട അറപ്പ് മാറിയതാ. ചോര കണ്ട അറപ്പ് മാറിയ ആളാണ് മുറ്റത്ത് നിൽക്കുന്ന കോഴിയെ കണ്ടിട്ട് പറഞ്ഞത് ഈ കോഴി കൊത്തുവന്ന്. എന്റെ അച്ഛന് നല്ല ബുദ്ധിയൊക്കെ ഉണ്ട്. ബുദ്ധിയുടെ കാര്യം പറയല്ലേ ബിന്ദു. പനിച്ചു വരച്ച് എന്റെ അടുത്ത് വന്നു. പനിമോനെ, പനി മാറാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, മാമ തുണി നനച്ചിട്ടാ പനി മാറുമെന്ന്. പിന്നെ കാണുന്ന കാഴ്ച, നട്ടുച്ചയ്ക്ക് ആ കിഴങ്ങൻ ഒരു വേലത്ത് ഈ വീട്ടിലെ കംപ്ലീറ്റ് തുണി നനച്ച് അയലിൽ കൊണ്ട് വിരിച്ചിരുന്നു. ഇതെന്റെ ബുദ്ധിരാഷ്ട്രത്തിലായി അച്ഛൻ. ഇത് മാത്രമോ, ഒരു കൂട്ടം പേനിന്റെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടുത്തിയവരാണ് നിന്റെ അച്ഛൻ. മുട്ടത്തലയിലേടി ബാക്കി പേനുകൾ എവിടെ പോയി ജീവിക്കും? കൂട്ടുമാറിയും സഞ്ചരിക്കണ്ട. എടി, നിനക്ക് എന്തുവാണ്? അരുണിന്റെ വീട്ടിൽ നിനക്കുള്ള കുഴപ്പം എന്തോ അവിടെ നടന്നത് പറയടി എന്നോട്. അമ്മ, ഈ കഴിഞ്ഞ 13-ാം തീയതി ആ വീട്ടിൽ ഇടി പെയ്ത് മഴ ചൊരിഞ്ഞ സമയത്ത് ആ വീട്ടുമുറ്റത്ത് എന്തോ നടന്നത് നമുക്ക് അറിയാവോ? എന്തോ ഉണ്ടായെന്ന് നമുക്ക് അറിയാവോ? കൂണുണ്ടായതാണോ? ഇടിവെട്ടി മഴ പെയ്യുമ്പോ കൂണല്ലേ ഉണ്ടാവുന്നത്? പിന്നെ എന്തുവാ സംഭവിച്ചെന്ന് പറയടി. അമ്മ, ഒരു ഭർത്താക്കന്മാരും ഭാര്യമാരോട് ചെയ്യാൻ പറ്റാത്ത കാര്യം അമ്മ അറിഞ്ഞിട്ട് എന്നോട് ചെയ്തത്. ഒരമ്മയുടെ മുഖത്ത് നോക്കി ഞാൻ എങ്ങനെ പറയും അമ്മ? എന്റെ മക്കള് അറിയാതെ എന്റെ കുഞ്ഞിന് നല്ലപോലെ വിഷമം പറ്റിട്ടുണ്ട് മോളെ. നിന്നെ അവൻ തന്തയ്ക്ക് വല്ലതും വിളിച്ചോടി? ഇല്ല. പിന്നെ അച്ചാച്ചൻ മിനിഞ്ഞാൻ നിന്നത് തുമ്മിച്ചത്ത എന്തിനായിരുന്നു? വേറെ ആയിരിക്കും. എന്റെ പൊന്നുമോളെ, നിന്നെ അവൻ ഉപദ്രവിക്കുകയെല്ലാം ചെയ്തോടി? അമ്മ, അടിച്ചു കഴിഞ്ഞാൽ വേദന അത് കുറച്ചു നാൾ കഴിയുമ്പോ അങ്ങ് മറക്കും. ഇത് അതുപോലല്ല, എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എന്റെ ദൈവമേ, എന്റെ കുഞ്ഞ് കരയുന്നതുകൊണ്ടോ ഒരു പെട്ടെന്നുള്ള സഹിക്കുമോ? എന്റെ കുഞ്ഞിന് എന്തോ നല്ല നല്ല കുഴപ്പങ്ങൾ അവിടെ വെച്ച് സംഭവിച്ചിട്ടുണ്ട്. എന്റെ പൊന്നുമോള് പറയടി, അവനെ ഞാനേ കുടുംബ കോടതി കയറ്റും. പറയടി, എന്തോ അവൻ ചെയ്തത്? 13-ാം തീയതി എന്റെ ബർത്ത്ഡേ അല്ലായിരുന്നു. അറിഞ്ഞിട്ട് വിഷ് ചെയ്തില്ലമ്മ. ചോദിച്ചപ്പോ പറയുവാ മറന്നുപോയെന്ന്. ഉടുപ്പ് മാറത്തമ്മേ, കുടുംബ കോടതി പോണ്ടായോ? ആദ്യം ഞാൻ ഓപ്പണിംഗ് സോങ് ആയിട്ട് പാടുന്ന നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള രാജുവേട്ടന്റെ പടം ഉണ്ടല്ലോ. നമ്മുടെ പൃഥ്വിരാജ് നായകനായ കൊച്ചിൻ പിച്ചോട്ടിലെ ആദ്യ ഗാനം ദി മട്ടൺ ലൈഫ് എന്ന ചിത്രത്തിലെ മട്ടൺ ലൈഫിൽ ആട് ജീവിതം, ദി ഗോൾഡ് ലൈഫ്. ആടെന്ന് പറഞ്ഞ മട്ടണാണല്ലോ, ഞാൻ പറഞ്ഞോളാം. ദി മട്ടൺ ലൈഫ് ആട് ജീവിതം സിനിമയിലെ പെരിയോനെ രഘുമോനെ തുടങ്ങുന്ന ഗാനം. പാടുന്നില്ലെന്ന് ഉറപ്പാണോ? അങ്ങനെയാണെങ്കിൽ എന്റെ ഒരു ഓപ്പണിംഗ് സോങ് ഉണ്ട്, കിട്ടുക്കാൻ പാടാൻ ഞാൻ പാടിക്കോളാം. ഒന്ന് നോക്കണം, ഞാൻ പാടിക്കോളാം. അണ്ടർസ്റ്റാൻഡ് ഇവിടെ പ്രിയമുള്ളവരെ, സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ നായകനായ രക്തസാക്ഷികൾ റിസർവ് എന്ന ചിത്രത്തിലെ സിംബാബ, ന്യൂസിലാൻഡ്, തായ്ലൻഡ് ആണോ? അതെ അതെ അതെ, രക്തസാക്ഷികൾ സിന്ദാബാദ് ചിത്രത്തിലെ ഞങ്ങൾ കൊയ്യും വയലെല്ലാം ഞങ്ങളുടെതല്ല ആരുടെതല്ല എന്ന ചിത്രത്തിൽ നിന്റെ അമ്മയുടെ എന്റെ അമ്മയുടെ നിന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടി അല്ലടാ ഈ ഉത്സവം നടത്തുന്നത്. എന്റെ അമ്മയുടെ ഓർമ്മക്ക് വേണ്ടിയാണ് ഈ ഉത്സവം നടത്തുന്നത്. ഇത് പൊളിക്കൂടാ. നീ ഗാനങ്ങളെ വിളിച്ചിരിക്കണം ഞാനാടാ. ഉണ്ടോ? എന്താ സംഭവം? എന്ത് പഠിക്കണം? എന്ത് പഠിക്കാൻ? അത് അവിടെ ഈ കുപ്പിയുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും. അതെന്തുട്ടാ പഠിക്കാനുള്ള? കാര്യേട്ടൻ പറഞ്ഞു തരൂല്ലേ? അതെല്ലാം എനിക്കറിയാം. ചില സാധനങ്ങള് പൈന്റ് കിട്ടൂല, ഫുൾ മാത്രം ഉണ്ടാവുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മള്. അപ്പൊ ഇവന്മാര് വന്നിട്ട് ഒരു പൈന്റ് എന്ന് പറയുമ്പോ പൈന്റ് ഇല്ലാതെ ഫുള്ളേ ഉള്ളൂ എന്ന് നല്ല ഗംഭീരമായിട്ട് പറയണം. അതൊക്കെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം. അല്ലാതെ തെറ്റിപ്പോവും. അതാണ്. തെറ്റിനെന്തിനാണ്? ഇപ്പൊ ഇത് കണ്ട MC എന്ന് പറഞ്ഞ എന്താ? അതാണ് വിവരമില്ല നിനക്കൊക്കെ. ഇത് കുടി എന്ന് പറഞ്ഞ നിസ്സാര കാര്യമല്ല, പഠിക്കാനുണ്ടേ.